ഇനി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ടും ഹാരിസ് ഇന്നും ചിലത് പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്നിട്ടും എന്തോ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ശ്രമിച്ചവർ, അവർക്ക് കാലം മാപ്പ് നൽകട്ടെ എന്ന് ഹാരിസ് പറയുന്നു. മെഡിക്കൽ ഉപകരണം കാണാതെ പോയെന്നാരോപിച്ച് കുടുക്കാൻ നടത്തിയ നീക്കങ്ങളെക്കുറിച്ച് പിന്നീട് മാധ്യമങ്ങളോടും ചിലത് ഹാരിസ് പറഞ്ഞു. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ സാധാരണക്കാർക്ക് വേണ്ടി ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് കൊടുക്കേണ്ടി വന്ന വലിയ വിലയായി മാത്രമേ ആ വാക്കുകൾ കാണാൻ കഴിയൂ. രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഹാരിസിന്റെ വാക്കുകൾ കാരണമായെന്ന് ആദ്യം വിമർശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിന്നീട് വേട്ടയാടലും കള്ളക്കഥ വരെ നടന്നു. ഇന്ന് വീണ്ടും മുഖ്യമന്ത്രി പറയുന്നു, കേരളത്തിന്റെ മികവാർന്ന ആരോഗ്യരംഗത്തെ താറടിക്കാൻ ഒന്നിനു പിറകെ ഒന്നായി ചിലർ കഥകൾ മെനയുന്നുവെന്ന്. അന്താരാഷ്ട്ര ഭീമന്മാർ ചിലരെ വിലക്കെടുക്കുന്നുവെന്ന്. ആരെയാണ് വിലക്കെടുത്തത്? വാർത്താസമ്മേളനം നിയന്ത്രിച്ച ഡോക്ടർക്ക് DME ആയി സ്ഥിരം നിയമനം കിട്ടുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞവർ വേട്ടയാടപ്പെടുന്നു. സത്യം പറഞ്ഞവരെ പിന്തുടർന്ന് വേട്ടയാടുന്നതാണോ നമ്മുടെ സിസ്റ്റം?